കേരള കാർഷിക സർവകലാശാലയിൽ കുത്തനുയർത്തിയ ഫീസ് താങ്ങാൻ കഴിയാതെ വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ചു. താമരശ്ശേരി സ്വദേശി അർജുനാണ് പഠനം ഉപേക്ഷിച്ചത്. അർജുന് ഗ്രാന്റും മറ്റ് സഹായങ്ങളും നൽകാമെന്ന് അറിയിച്ചിരുന്നുവെന്നാണ് സർവകലാശാല അധികൃതർ നൽകുന്ന വിശദീകരണം. +2 ശേഷം തുടർച്ചയായ 3 വർഷം എൻട്രൻസ് പഠനം നടത്തി മികച്ച റാങ്ക് നേടിയാണ് അർജുൻ BSc അഗ്രികൾച്ചർ കോഴ്സിന് ചേർന്നത്. ആഗ്രഹിച്ച് പ്രവേശനം നേടിയ കോഴ്സാണെങ്കിലും അർജുന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ഓരോ വർഷം കൂടുമ്പോഴും 5% ഇപ്പോൾ ഇൻക്രീസ് ഉണ്ടെന്നാണ് കേട്ടെ. ആ ഇൻക്രീസും കൂടി കൂട്ടുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് വരും. അത്രയും എമൗണ്ടിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഗവൺമെൻറ് കോളേജ് പഠിക്കാൻ ഞാൻ മറ്റുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയോ അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്തോ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രൈവറ്റ് കോളേജും തമ്മിൽ എന്താ വ്യത്യാസം? നോട്ടിഫിക്കേഷൻ പ്രകാരം BSc അഗ്രികൾച്ചർ കോഴ്സിന് സെമസ്റ്റർ 12,000 രൂപയായിരുന്നു ഫീസ്. അഡ്മിഷൻ എത്തിയപ്പോൾ അത് 36,000 രൂപയായി, 3 ഇരട്ടി. ഹോസ്റ്റൽ ഫീസും മറ്റ് ചിലവുകളും ചേർത്താൽ ഒരു വർഷം 1.5 ലക്ഷം രൂപയിലധികം കണ്ടെത്തേണ്ടി വരും. അതിനുള്ള സാമ്പത്തിക അടിത്തറ ഇല്ലാത്തതിനാലാണ് അർജുൻ പഠനം ഉപേക്ഷിച്ചത്. ഫീസ് കുറയ്ക്കാൻ നിരവധി പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയെങ്കിലും അതിന് സർവകലാശാല തയ്യാറായിരുന്നില്ല. 200 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളതിനാലാണ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി വെള്ളയാണി കാർഷിക കോളേജിലെ അധികൃതർ രംഗത്തെത്തി. അർജുൻ എന്ന വിദ്യാർത്ഥിക്ക് ഈ ഗ്രാന്റ്സിന് അർഹതയുണ്ടെന്നും ഫീസ് അടയ്ക്കേണ്ടെന്ന് അറിയിച്ചതായും കോളേജ് അധികൃതർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.